നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇവരുടെ ഒരു ആക്ടിവിറ്റീസൊക്കെ വളരെ ക്വിക്കായിട്ട് തോന്നിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് ലെവലിലേക്ക് റിലേഷൻ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ലെവലിലാണെങ്കിൽ ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ പെട്ടെന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ, ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം പെട്ടെന്ന് നിങ്ങൾക്ക് എന്തോ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ലൈഫിൽ വന്നതായിട്ടൊക്കെ തോന്നുക, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനോ ഒബ്സർവ് ചെയ്യാനോ പോലും ടൈം കിട്ടാത്ത റിലേഷനിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള റീസൺ ഉണ്ട്. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ഡോക്ടർ അനുഷ. ഞാനൊരു സ്മൃതി മെഡിറ്റേഷൻ പ്രാക്ടീഷണറാണ്. അതേപോലെ ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ച് കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ കുട്ടിക്കാലത്തുള്ള ട്രോമാസും നമ്മുടെ ചൈൽഡ്ഹുഡ് ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം നമുക്ക് റിലേഷൻഷിപ്പിലും അതേപോലെ കരിയറിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ വരും. അപ്പോൾ ഇങ്ങനെയുള്ള തെറാപ്പി കൗൺസിലിംഗ് സെഷനിലൊക്കെ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ലവ് ബോംബിംഗ് എന്നാണ് പറയുന്നത്. ഏതൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് വളരുന്നത് ഗ്രാജ്വലി ആയിരിക്കും. നമ്മൾ കുറേ നാൾ പരിചയപ്പെട്ട് സംസാരിച്ച് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്ത് വിശേഷ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്രാജ്വലിയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആകുന്നത്. പക്ഷേ ഒരു ടോക്സിക് വ്യക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ അവർ വളരെ പെട്ടെന്ന് ഇടിച്ച് കയറിയിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് അതിലൊരു ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ റിലേഷൻഷിപ്പ് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് തന്നെ മോഹന വാഗ്ദാനങ്ങൾ തരിക, നമ്മുടെ ബൗണ്ടറീസിലേക്ക് കയറുക, ഒരുപാട് പ്രോമിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെന്തോ ഒരു സ്പെഷ്യൽ പേഴ്സൺ എന്ന പോലെ ഒരുപാട് പ്രോമിസസ് തരിക, അതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിത്തരിക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു ലക്കിയാണല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് വരെ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വേഗം ഫാമിലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അടുത്ത ലെവൽ ഓഫ് റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് മാരേജ് ഈ തലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ലെവലിൽ ട്രിപ്പ് പോവുക, ഇങ്ങനെയുള്ള പെട്ടെന്ന് കണ്ടുമുട്ടി കുറച്ച് ദിവസത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ബ്ലെസ്ഡ് ആണെന്നൊക്കെ വിചാരിക്കും. ഈ ഒരു മായയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു മായയിൽ നമുക്കൊരു ഡിസിഷൻ പോലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവരുടെ ഇത്രയും സ്നേഹമൊക്കെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് വെച്ചു. അങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ സ്വന്തമായി കഴിഞ്ഞു എന്ന് തോന്നലുണ്ടാകുമ്പോൾ അവർ പതുക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് നമുക്ക് റിയാലിറ്റി മനസ്സിലാവുക. അപ്പോഴത്തേക്ക് നമ്മൾ എല്ലാ രീതിയിലും അവരുടെ ട്രാപ്പിലാവുക, അല്ലെങ്കിൽ അവരുടെ കയ്യിലായിട്ടുണ്ടാവും നമ്മൾ. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എസ് പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് എല്ലാ രീതിയിലും അവരുടേതായി കഴിയുകയും ചെയ്തു. ഇങ്ങനെ അവരുടെ ഓൺ പ്രോപ്പർട്ടി ആയതിനു ശേഷമാണ് അവർ ഡിവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അവർ പതുക്കെ നമുക്ക് അന്ന് തന്നിരുന്ന സ്നേഹവും കാര്യങ്ങളൊക്കെ അവർ പിറകോട്ട് വലിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് അറ്റൻഷനൊന്നും തരാണ്ടാവുക, നീ നിൻ്റെ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളൂ എന്ന രീതിയിലേക്ക് വരിക. നമുക്ക് യാതൊരു വാല്യൂവും തരാതിരിക്കുമ്പോഴത്തേക്ക് അന്ന് കണ്ട ആ ഒരു വ്യക്തിയുടെ നേരെ ഓപ്പോസിറ്റുള്ള വ്യക്തിയായിട്ടായിരിക്കും പിന്നീട് ഈ മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു കുട്ടികൾക്ക് കളിപ്പാട്ടം കിട്ടുന്നത് പോലെ, കളിപ്പാട്ടം കിട്ടുമ്പോൾ കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്കത്, അതിനോട് ഒത്തിരി കളിക്കും, പിന്നെ അത് കുറച്ച് സമയം കഴിഞ്ഞാൽ വലിച്ചെറിയും. അതുപോലെയുള്ളൊരു റിലേഷൻഷിപ്പ് പാറ്റേൺ ആണ് ടോക്സിക് റിലേഷൻഷിപ്പിലും നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിലൊക്കെ കാണുന്നത്. ഈ ലവ് ബോംബിംഗ് സ്റ്റേജിൽ ഈ ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാവുകയില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന പല റെഡ് ഫ്ലാഗ്സും നമ്മളങ്ങ് കാണാണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്, ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനൊരു ടൈം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഓർത്തോ, ഈ ഒരു വ്യക്തിക്ക് എന്തോ പ്രശ്നമുണ്ട്. ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് പ്രോമിസസ് ഒക്കെ തരുന്നുണ്ട്, വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട് എങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ റിലേഷൻഷിപ്പിലും ഇങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചിലവർ വളരെ എക്സൈറ്റ്മെൻറ്റിൽ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലർ ഇങ്ങനെയുള്ള ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, പ്രോമിസസും അവർ വളരെ നല്ല ഇതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വളരെയധികം ഒരു ടൈം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തു ചാടി ഒരു ഡിസിഷനിലേക്കൊക്കെ പോവാതിരിക്കുക. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ നിഷ്കളങ്കരായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ പ്രോമിസസ് തന്ന് നമ്മളങ്ങ് ഭയങ്കര രാജകുമാരിനെ പോലെ അല്ലെങ്കിൽ രാജകുമാരനെ പോലെയൊക്കെ നിൽക്കുന്ന ആളുകളെയൊക്കെ നല്ലതായിട്ടൊന്ന് വീക്ഷിച്ചോളൂ. കാരണം ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിലേഷൻ എപ്പോഴും ഡെവലപ്പ് ആകുന്നത് ഗ്രാജ്വലി ആയിരിക്കും. നല്ലൊരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനം എടുക്കുന്നതോ നമുക്ക് ഒത്തിരി പ്രഷർ തരുന്നതൊന്നും ആയിരിക്കില്ല. നല്ലൊരു റിലേഷൻഷിപ്പ് എപ്പോഴും ഗ്രാജ്വലി ഡെവലപ്പ് ആകുന്നതും
നമുക്ക് ഒട്ടും പ്രഷർ തരാതെ നമ്മുടെ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ളൊക്കെ റിലേഷനായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലവ് ബോംബിങ് സ്റ്റേജ് ഓഫ് നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിലും അവർ തരുന്ന പ്രോമിസ് ഒന്നും അവർ കീപ്പ് ചെയ്യില്ല. അത് നിങ്ങളുടെ ട്രസ്റ്റ് നേടിയെടുക്കാനും നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിക്കാനും വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ആളുകൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അതിൽ നിന്ന് നോ പറയാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവരെ മാറ്റി നിർത്താൻ വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ സൗമ്യമായിട്ട് തന്നെ പറയുക, കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് ഡിലേ ചെയ്യുക. അങ്ങനെ ഡിലേ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇവരെ വളരെയധികം ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരുപാട് റെഡ് ഫ്ലാഗ്സ് കാണാൻ കഴിയും. ആ റെഡ് ഫ്ലാഗ്സിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ലവ് ബോംബിങ് സ്റ്റേജിൽ പെട്ട് അടുത്ത ലെവലിലേക്ക് റിലേഷൻഷിപ്പ് എത്തിയിട്ടുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സും ഡിസോർഡേഴ്സൊക്കെ ഉള്ള ആളുകളുടെ ഒരു പാറ്റേൺ ആണ്. അവരെന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ആ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ അവരുടെ ഒരു വരുതിയിലായി കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഡീവാല്യൂ ചെയ്യുന്നത്. അടുത്ത ലെവലിൽ ഇവർ ഡിവാല്യൂറ്റ് ചെയ്യുന്നത് അവർക്ക് ഇമോഷണൽ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ 24 മണിക്കൂർ ഇവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അതേപോലെ മാനിപ്പുലേഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾക്കൊക്കെയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് പോയിട്ട് എന്താ നീ പണ്ടത്തെ പോലെ എന്നോട് മിണ്ടാത്തത് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് നടന്ന് ചോദിക്കരുത്. കാരണം ഇവരിത് മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിൽ ജീവിക്കാൻ പഠിക്കുക എന്നതാണ് വലിയൊരു കാര്യം. ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാതെ, ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യാതെ ഈ വ്യക്തിയെ നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ സാധാരണ റിലേഷൻഷിപ്പിൽ കാണുന്നത് പോലെ ഇതെൻ്റെ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ ഇവരെൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും, എനിക്ക് ഇവരെ കൂടുതൽ വിശ്വസിച്ച് എല്ലാ കാര്യവും പറയാം, ഇങ്ങനെയുള്ള പാറ്റേണൊക്കെ മാറ്റി വെച്ചിട്ട് ഇവരെ വേറൊരു വ്യക്തിയായിട്ട് തന്നെ കാണുക. കാരണം ഇവരെപ്പോഴാണ് കൂടെ നടന്ന് പണി തരിക ഒന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകളൊന്നും വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവരോട് പറയുന്ന ഒരു ശീലമുണ്ട്, പിറകെ നടന്ന് ഇവരുടെ സ്നേഹത്തിനായിട്ട് യാചിക്കുന്ന ശീലമൊക്കെ ഉണ്ട് എങ്കിൽ അതപ്പോൾ തന്നെ കട്ട് ചെയ്യുക. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ ഇങ്ങനെയാണ്, അവരിങ്ങനെ മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങളിപ്പോൾ അവരുദ്ദേശിക്കുന്ന പോലത്തെ ഒരു സപ്ലൈ ആണ്, അവരാഗ്രഹിക്കുന്നത് പോലെ വളരെ ഇമോഷണലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇവർക്കനുസരിച്ച് മൂവ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇവരുടെ സ്നേഹത്തിന് വേണ്ടി ഡ്രോപ്പായിട്ട് കിട്ടുന്ന ഇവരുടെ സ്നേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന, അതിൽ തരാതിരിക്കുമ്പോൾ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് നിങ്ങളെക്കുറിച്ചിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് മുതൽ നിങ്ങൾ തീരുമാനം എടുക്കാം. അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് മാത്രം ബിഹേവ് ചെയ്യുക. അവരുടെ ബിഹേവിയർ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുക. കാരണം അവർക്ക് ഒരു ചാൻസ് പോലും കൊടുക്കരുത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൊടുക്കരുത്. കാരണം ഇത്രയും നാൾ അവർ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിച്ചതാണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ അവരെ കൺഫ്യൂസ് ചെയ്യിക്കണം. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലാനും അവരറിയാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ അടുത്ത് കൺട്രോൾ കിട്ടില്ല. ഇമോഷണലി ആണെങ്കിലും ഫൈനാൻഷ്യലി ആണെങ്കിലും യാതൊരു കൺട്രോളും കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് സ്ട്രെസ് വരും. അവർ നമ്മുടെ അടുത്തുള്ള ആ ഒരു കളി അങ്ങോട്ട് മാറ്റി വെക്കും, അവരുടെ ടാക്ടിക്സ് മാറ്റി പിടിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഇതുപോലുള്ള റിലേഷൻഷിപ്പിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രഷറും സ്ട്രെസ്സും തോന്നുന്ന ഇത്തരം റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇമോഷണലി ബിഹേവ് ചെയ്യുന്നതിന് പകരം വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇമോഷണലി നമ്മൾ വീക്കാവും തോറും ഇവരെന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഡിഫെൻഡ് ചെയ്യുക. ഇവരുടെ അടുത്ത് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു വേൾഡ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരിക്കലും തളരരുത്, പോരാടുക, എപ്പോഴും ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.